വന്നു കരിപ്പുഴ തോട് കിടക്കുക എന്ന് പറഞ്ഞിട്ട് ജി.സി. പിള്ള സാറ് എഴുതി വെച്ചിട്ടുള്ള ഒരു പാട്ടുണ്ട്, ഇവിടുത്തെ പഴയ പാട്ട്, പെരുമ്പാവൂർ സംഗീതം കൊടുത്ത്. അത് ഞാൻ മിക്കവാറും പാടും. എന്റെ എല്ലാവരും പാട്ട് പാടുന്ന മിക്കവാറും ഞാൻ അതാണ്. അത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓടി മണ്ഡപത്തിനകത്തേക്ക് ജീവിതമായിട്ട് ദേവി, നമ്മളെല്ലാവരും അപ്സെറ്റ് ആയിപ്പോയി. ഇത് എന്താണ്, ഇവിടുന്ന് വരുന്നത്? അപ്പൊ നിന്ന് അവിടുന്ന് ജനങ്ങളെല്ലാം പരക്കം പറയുന്നു. കരിമുട്ടത്ത് അവിടെ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് മാറി ഒരു വീട്ടിൽ പറയെടുത്തപ്പോ അവിടുന്ന് ആരോടും മിണ്ടാതെ ഒറ്റ ഓട്ടമായിരുന്നു. നേരെ ഓടി വന്ന് ഈ പന്തല് വന്നാ നിൽക്കുന്നത്. വരുന്നവർ എങ്ങും പറയില്ല, എങ്ങും പറയില്ല. ഈ ജീവിതം അനുഭവത്തിലുള്ള സമയത്ത് എന്റെ മനസ്സിൽ ആദ്യം അവിടെ മാല ഇടണമല്ലോ. അപ്പൊ അധികം ഇല്ല, ഞാൻ എവിടെ പോയി ഉണ്ടാവും ഇങ്ങനൊരു സംഭവം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം ചെട്ടിളാരമ്മ ഒരിക്കലും അങ്ങോട്ട് വരത്തില്ല. ഇനി കുത്തിയോട്ട പന്തലിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല, അങ്ങനെ വന്ന് വരത്തേ ഇല്ല. അപ്പൊ അങ്ങനെ ചിന്ത പോയിട്ടില്ല. ഞാനത് വിട്ടു. പക്ഷെ തുള്ളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മുടെ വിളക്ക് കത്തിക്കുന്ന നമ്മുടെ ആള്, നമ്മൾ നിർത്തിയിരിക്കുന്ന ആള് ഒരു ഇലക്കകത്ത് മാലയും കൊണ്ട് വരിക. അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെ വെച്ചു? അത് ഇന്ന് കൊണ്ടുവന്ന തുറന്നോ അധികം ഉണ്ടായിരുന്നു. എത്ര പറഞ്ഞാലും മതിവരില്ല അമ്മയുടെ ഓരോ കഥകൾ. ഞാൻ കൊയ്ത്തുള്ളവരാനെ കുത്തിയോട്ടം പാടിക്കൊണ്ടിരിക്കുമ്പോ അവിടെ ഈ കരിമുട്ടത്തമ്മ പറക്കി വരുന്നുണ്ട്. അത് ആ ഏരിയയിലോട്ട് വരുന്നില്ല. അവിടെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് വരെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും. കരിമുട്ടം എന്ന് പറഞ്ഞത് എവിടെ? നമ്മളെ കറ്റാനത്തിന് ഇപ്പുറമില്ല, കായംകുളം കറ്റാനത്തിന് ഇപ്പുറം. അപ്പം ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വന്നു കരിപ്പുഴ തോട് കിടക്കുക എന്ന് പറഞ്ഞിട്ട് ജി.സി. പിള്ള സാറ് എഴുതി വെച്ചിട്ടുള്ള ഒരു പാട്ടുണ്ട്, ഇവിടുത്തെ പഴയ പാട്ട്, പെരുമ്പാവൂർ സംഗീതം കൊടുത്ത്. അത് ഞാൻ മിക്കവാറും പാടും. എന്റെ എല്ലാവരും പാട്ട് പാടുന്ന മിക്കവാറും ഞാൻ അതാണ്. അത് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഓടി മണ്ഡപത്തിനകത്തേക്ക് ജീവിതമായിട്ട് ദേവി, നമ്മളെല്ലാവരും അപ്സെറ്റ് ആയിപ്പോയി. ഇത് എന്താണ്, ഇവിടുന്ന് വരുന്നത്? അപ്പൊ നിന്ന് അവിടുന്ന് ജനങ്ങളെല്ലാം പരക്കം പറയുന്നു. അത് അതിന്റെ പിറകെ മേളക്കാരോടി വരുന്നു, കൂട്ടുകാരോടി വരുന്നു. അകപ്പാടെ ഭയങ്കര അവര് വന്നിട്ട് നമ്മുടെ പാട്ടിനനുസരിച്ച് ആടുക. ഞാൻ ഏത് അമ്മയാണെന്ന് വന്നാൽ നമുക്കറിയാൻ വയ്യ. അങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഈ വേറൊരു സംഭവം ഉള്ളത്, ഇങ്ങനെ നമ്മൾ തുള്ളുകയോ അല്ല വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാലും അവർ ഈ കരിക്കും മാലയും ഒക്കെ കൊടുത്ത് സ്വീകരിക്കുന്ന ഒരു ചടങ്ങ് അങ്ങനെ ചെയ്യാറുണ്ട് സാധാരണ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവിടെ കരിക്ക് ശേഖരിച്ചു വെക്കും. അങ്ങനെ അങ്ങനെയൊക്കെ വെക്കാറുണ്ട്, വെച്ചേക്കും. കുട്ടിയുടെ പിള്ളേരാരെങ്കിലും ക്ഷീണിതരായിട്ട് അവർക്കും കൊടുക്കാമല്ലോ, അങ്ങനെ വെച്ചേക്കും. അപ്പൊ മാലയൊക്കെ വെച്ചേക്കും. അപ്പൊ ഞാന് ഈ പൂക്കാരനോട് നമ്മൾ നിശ്ചിത മാല പറഞ്ഞിട്ടുണ്ട്. ആ മാല ആ ദിവസം അദ്ദേഹം കൊണ്ടെടുത്തുള്ളൂ. അപ്പം അതിനകത്ത് കൂടുകയോ ഇഷ്ടം പോലെ ഞാൻ പറയാത്തത് വീട്ടുകാർക്ക് നഷ്ടമാണ്. നമ്മൾ ഒരുപാട് ചുമ്മാ കൊണ്ടിട് എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും നഷ്ടം. അതുകൊണ്ട് കൃത്യമായ കണക്കുകൾ മാത്രം ഞാൻ അവിടെ കൊടുക്കും. അത് മാത്രം അവർ കൊണ്ടുവരും. അന്ന് ഒന്നും അധികം കാണൂല. ഈ ജീവിതം അനുഭവത്തിലുള്ള സമയത്ത് എന്റെ മനസ്സിൽ ആദ്യം അവിടെ ഈ മാല ഇടണമല്ലോ. അപ്പൊ അധികം ഇല്ല, ഞാൻ എവിടെ പോയി ഉണ്ടാവും ഇങ്ങനൊരു സംഭവം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. കാരണം ചെട്ടിളാരമ്മ ഒരിക്കലും അങ്ങോട്ട് വരത്തില്ല. ഇനി കുത്തിയോട്ട പന്തലിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുമില്ല, ഇന്നവര് അങ്ങനെ വന്ന് വരത്തേ ഇല്ല. അപ്പൊ അങ്ങനെ ചിന്ത പോയിട്ടില്ല നമുക്ക്. അപ്പൊ ഞാനത് വിട്ടു. പക്ഷെ തുള്ളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമ്മുടെ വിളക്ക് കത്തിക്കുന്ന നമ്മുടെ ആള്, നമ്മൾ നിർത്തിയിരിക്കുന്ന ആള് ഒരു ഇലക്കകത്ത് മാലയും കൊണ്ട് വരിക. അപ്പൊ ഞാൻ ചോദിച്ചത് എങ്ങനെ പറ്റി? അത് ഇന്ന് കൊണ്ടുവന്ന തുറന്നോ അധികം ഉണ്ടായിരുന്നു. നമുക്കൊരു നിമിത്തമാണ് നമ്മളത്. അതിന്റെ ആൻസർ എങ്ങനെ പറയാൻ പറ്റും? ഇതിന്റെ അത് ആൻസർ എങ്ങനെ പറയാൻ പറ്റുന്നത്? ഇതിന്റെ ആൻസർ എങ്ങനെ പറയാൻ പറ്റും? ഇന്നലെ വരെ കൃത്യമായ അത് അയാളാണെങ്കിൽ ഒരു അന്ന് പൂവിന് നല്ല വിലയുണ്ടായി. അങ്ങനൊന്നും വലിയ മാലയൊന്നും ചുമ്മാ ആരും കൊണ്ടുവരത്തില്ല ചുമ്മാ ഒന്നും. അമ്മയ്ക്കിടാനുള്ള മാല, അതുകൊണ്ട് മാല വലുതായിട്ട് കൊണ്ടുവന്നോട് വെച്ചിരിക്കുന്ന അധികമായിരുന്നു. അപ്പം അധികമോ? അത് അധികമാണെന്ന്. അത് അമ്മയുടെ കഴുത്തേലിട്ടു. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ കൂടുള്ളവർ വന്ന് പറഞ്ഞത് കരിമുട്ടത്ത് അവിടെ ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് മാറി ഒരു വീട്ടിൽ പറയെടുത്തപ്പോ അവിടുന്ന് ആരോടും മിണ്ടാതെ ഒറ്റ ഓട്ടമായിരുന്നു. നേരെ ഓടി വന്ന് ഈ പന്തല് വന്നാ നിൽക്കുന്നത്. വരുന്നവർ എങ്ങും പറയില്ല, എങ്ങും പറയില്ല. അത് യൂട്യൂബിലും ഒക്കെ അത് കിടപ്പുണ്ട്, എല്ലായിടും കിടപ്പുണ്ട്. ആ വന്ന് തുള്ളുന്നതും മാല ഇടുന്നതും പാടുന്നതും എന്നെ കൊണ്ട് ശരിക്കും അവിടെ വെച്ച് പാടിച്ചു. ഒരുപാട് പാടിച്ചതിന് ശേഷമാണ് പിന്നെ പോയത്. ഇപ്പം സർവ്വസാധാരണമായിട്ട് എല്ലാവരും അത് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ അതൊരു എല്ലാവരും എവിടെയും കുത്തിയോട്ടമുണ്ട്. ഭയങ്കര 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 ഭാഗ്യം. അത് ഞാൻ പിന്നെ ഈ പൂക്കടക്കാരനോട് ചോദിച്ചു, നിങ്ങൾ ഇത് മാല പറഞ്ഞു ഇന്ന് ഒരെണ്ണം എക്സ്ട്രാ കൊണ്ടുവന്നതാണ്. കാരണം ആദ്യം നമ്മൾ ആ മാല കെട്ടിയപ്പം അതിന് അദ്ദേഹത്തിന് സംശയമുണ്ട്, അത് നീളക്കുറവാണോ അമ്മയുടെ ഇതിൽ ചിടാനായിട്ട്.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ജോഡിച്ച് നമ്മൾ ഇട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചത്. അത് ഇച്ചിരി കൂടിപ്പോയി, എക്സ്ട്രാ ഒരെണ്ണം ആയിപ്പോയി. അത് നമ്മുടെ ഒരു കാരണം ഉണ്ടാവുമല്ലോ, എന്തിനും ഓരോ കാരണം ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് എന്നെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് ഈ കുത്തിയോട്ടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലത്ത്. എന്തെങ്കിലുമൊക്കെ സാധ്യത ഉണ്ടെന്ന് അവിടെയൊക്കെ എനിക്ക് വന്ന് നിന്ന് എന്നെ അത് തലോടി ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കൂടെ ഉള്ള പോലെ അത് അവിടുത്തെ അത് എന്തെങ്കിലും എനിക്ക് പ്രശ്നം ഉണ്ടായാൽ അത് അവിടെ ഞാൻ പോലും അറിയാതെ അത് മാറ്റി അങ്ങനെ കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അത് ഒരുപാട് എനിക്ക് ഗുണങ്ങൾ കിട്ടി. എഴുതാനിരിക്കുമ്പോഴും ഒക്കെ എനിക്ക് പല കാര്യങ്ങളും നമ്മൾ സ്റ്റക്കായി, ചിലർക്ക് സ്റ്റക്കായിട്ട് നമ്മൾ നിൽക്കും ചില കാര്യങ്ങൾ. ആ സ്റ്റക്കായിട്ട് നിൽക്കുന്നതൊക്കെ ഞാൻ ചുമ്മാതെ അമ്മയുടെ ഒരു മനസ്സിലൊരു രൂപം കണ്ട് ഇങ്ങനെ ഒരു മാലയിട്ട് ഞാനിങ്ങനെ വിളക്ക് കത്തിക്കുന്നതായിട്ടൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ കാണും എന്നും രാവിലെ കുളിച്ചിട്ട് കുളിച്ചു കഴിഞ്ഞ് ഞാൻ 2 മിനിറ്റ് എനിക്ക് 2 മിനിറ്റ് എടുക്കാൻ നോക്കുള്ളൂ. 2 മിനിറ്റ് ഞാൻ അത് ചെയ്യും. അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ കാണും. കണ്ടിട്ട് ഞാൻ അതിലെ ചുമന്ന മാല അണിയിക്കും. മാല അണിയിച്ച് കഴിഞ്ഞിട്ട് ആ മൂലവിഗ്രഹത്തെ നോക്കിയിട്ട് അത് ഞങ്ങൾ തമ്മിലൊന്ന് സമ്പാദിക്കുന്നതായിട്ട് 2 മിനിറ്റ്, എല്ലാം കൂടി 2 മിനിറ്റ് അത് അങ്ങനെ കാണുന്ന ഒരു രീതിയാണ് അതിലുണ്ട്. എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ സ്റ്റക്കാവുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് കണ്ണടച്ച് ഞാൻ കഴിച്ചത് എനിക്കത് പിന്നെ അത് കറക്റ്റായിട്ടത് വരും. അതൊക്കെ എൻ്റെ വിശ്വാസങ്ങളാണ്. എൻ്റെ വിശ്വാസങ്ങൾ ഞാൻ എൻ്റെ അമ്മയോടുള്ള ആ ഒരു പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഈ അമ്പലത്തിൽ പോയി ആൾക്കാരെ തള്ളി അങ്ങനൊന്നും താല്പര്യമില്ല. അങ്ങനെ ഇടിച്ചു കയറിത്തതാണ്. ആളില്ലാത്തത് സ്വസ്ഥമായിട്ട് പോയി തൊഴുക. സ്വസ്ഥമായിട്ട് അതെ ഒരു ബഹളം ഉണ്ടാക്കി തൊഴിൽ അങ്ങനെ കാണിക്കാനൊരു താല്പര്യം കുറവാണ്. അതില്ലാത്തപ്പോൾ സ്വസ്ഥമായിട്ട് പോയി തൊഴുക പോരുക.